ജോഷ് ഹേസൽവുഡ് തന്റെ ആദ്യ ഓവർ എറിഞ്ഞു പൂർത്തിയാക്കിയപ്പോൾ RCB ക്യാപ്റ്റൻ രജത് പടിതറിന്റെ നേർക്കു നോക്കുന്ന നിസ്സഹായമായ നോട്ടമുണ്ട്. പരിക്കിൽ നിന്നുള്ള കംബാക്ക് ആയിരുന്നിട്ടും മികച്ച ലെങ്തിലും പേസ് വേരിയേഷനിലുമാണ് അവരുടെ വിശ്വസ്ത ബോളർ പന്തെറിഞ്ഞത്. മറ്റ് ബാറ്റർമാർ ഡിഫൻഡിംഗ് പോയിന്റിൽ നിൽക്കുകയോ കൂടിപ്പോയാൽ സിംഗിളോ ഡബിളോ ഓടിയെടുക്കുകയോ ചെയ്യുന്ന പന്തുകളാണ് വൈഭവ് സൂര്യവംശി മാക്സിമത്തിലേക്ക് അടിച്ചുകൂട്ടിയത്. ദിവസങ്ങൾക്ക് മുൻപ് ഇതേ കാര്യം മനസ്സിലോർത്താണ് മുംബൈയുടെ ജസ്പ്രീത് ബുംറയും ചെറുപുഞ്ചിരിയിൽ തിരിഞ്ഞു നടന്നത്. ആ 15-കാരന്റെ കാര്യത്തിൽ എതിരാളികൾ മാത്രമേ മാറുന്നുള്ളൂ. ഗാലറിയിലേക്ക് മൂളിപ്പറക്കുന്ന സിക്സറുകൾക്ക് മാറ്റമില്ല. ഹേസൽവുഡിന് പുറമെ ഭുവനേശ്വർ കുമാറും സൂര്യവംശിയുടെ ബാറ്റിന്റെ ചൂട് ആവോളം അറിഞ്ഞു. അഭിനന്ദന്റെ ഓവറുകളാകട്ടെ മാക്സിമം സ്കോറിംഗ് ഓവറാക്കിയാണ് വൈഭവ് കണ്ടത്. ടിം ഡേവിഡിന്റെയും കൃണൽ പാണ്ഡ്യയുടെയും ആദ്യ ബോളുകൾ സിംഗിൾ ചെയ്ത് റീഡ് ചെയ്ത ശേഷമുള്ള അറ്റാക്കിങ്ങിലൂടെ താൻ കണ്ണും പൂട്ടി അടിക്കാരനല്ലെന്ന് വീണ്ടും വൈഭവ് തെളിയിച്ചു. വെറും 15 പന്തിലാണ് താരം 50 തൊട്ടത്. CSKക്കെതിരെയുള്ള മത്സരത്തിലും 15 പന്തിലായിരുന്നു 50 നേട്ടം. 32 പന്തിൽ സെഞ്ചുറി എന്ന സാക്ഷാൽ ക്രിസ് ഗെയിലിന്റെ റെക്കോർഡ് തകർക്കപ്പെടുമെന്ന് തോന്നിച്ചിടത്തു നിന്നാണ് കൃണലിന്റെ പന്തിൽ കോഹ്ലിക്ക് ക്യാച്ച് നൽകി മടങ്ങുന്നത്. 26 പന്തിൽ 7 സിക്സറും 8 ഫോറുകളും അടക്കം 300 സ്ട്രൈക്ക് റേറ്റിൽ 78 റൺസായിരുന്നു സമ്പാദ്യം. 4 മത്സരങ്ങളിൽ നിന്ന് 200 റൺസുമായി ഓറഞ്ച് ക്യാപ്പ് ഇപ്പോൾ അവന്റെ കയ്യിലാണ്. തൊട്ടു പിന്നാലെ 183 റൺസുമായി വൈഭവിന്റെ ഓപ്പണിംഗ് ജോഡി യശസ്വി ജയ്സ്വാളുമുണ്ട്. ഈ മത്സരത്തിൽ നന്നായി തുടങ്ങിയെങ്കിലും 8 പന്തിൽ 13 റൺസ് നേടി പുറത്തായി. അപ്രതീക്ഷിതമായി ധ്രുവ് ജുറേലും കത്തിപ്പടർന്നപ്പോൾ രാജസ്ഥാന് ജയം അനായാസമായി. സീസണിൽ മിന്നും ഫോം തുടരുന്ന ജുറേൽ 43 പന്തിൽ 3 സിക്സറും 8 ഫോറുകളും അടക്കം 81 റൺസാണ് നേടിയത്. 24 റൺസുമായി രവീന്ദ്ര ജഡേജ കൂടെ നിന്നു. അങ്ങനെ RCB മുന്നോട്ട് വെച്ച് 202 റൺസ് വിജയലക്ഷ്യം 4 വിക്കറ്റ് നഷ്ടത്തിൽ 12 പന്തുകൾ ബാക്കി നിൽക്കെ മറികടന്നു. മഴ നനഞ്ഞ പിച്ചിൽ വിരാട് കോഹ്ലി RCBക്ക് വേണ്ടി 16 പന്തിൽ 7 ഫോറുകൾ അടക്കം 32 റൺസ് നേടി. 40 പന്തിൽ 4 വീതം സിക്സറും ഫോറുകളും അടക്കം 63 റൺസുമായി ക്യാപ്റ്റൻ നോക്ക് കളിച്ച് രജത് പടിദാർ തകർച്ചയിൽ നിന്ന് കരകയറ്റി. അവസാന ഓവറുകളിൽ വലിച്ചടിച്ച് റൊമാരിയോ ഷെഫേർഡും വെങ്കിടേഷ് അയ്യറും ടോട്ടൽ ഉയർത്തി. എന്നാൽ ഇതൊന്നിനും രാജസ്ഥാന്റെ അൺബീറ്റൻ റണ്ണിനെ തടയിടാൻ മാത്രമായില്ല എന്ന് മാത്രമല്ല, സീസണിലെ ആദ്യ തോൽവിയും RCBക്ക് വഴങ്ങേണ്ടി വന്നു.